നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ ആർ.എച്ച്. വിട്ടേക്കറിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനായിരുന്നു ഡിസ്കസ് ചെയ്തത്. അതിൽ വരുന്ന ഫസ്റ്റ് ഗ്രൂപ്പായ കിങ്ഡം മൊണീറ എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ അടുത്ത ഗ്രൂപ്പിലോട്ട് പോവാണ്, കിങ്ഡം പ്രോട്ടിസ്റ്റ. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഗ്രൂപ്പ്, കിങ്ഡം പ്രോട്ടിസ്റ്റ. എന്താണ് കിങ്ഡം പ്രോട്ടിസ്റ്റ? കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വരുന്നത് ആരൊക്കെയാണ് നോക്കാം എന്താണെന്നുള്ളത്. ഈ കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വരുന്ന ആൾക്കാരുകളൊക്കെ സിംപ്ലസ്റ്റ് ഫോമിലുള്ളവരാണ്. നമ്മൾ മൊണീറയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. മൊണീറ ഇതിനേക്കാളും കുറച്ചും കൂടെ സിമ്പിൾ ഫോം, നമ്മൾ സിമ്പിൾ ടു കോംപ്ലെക്സ് എന്ന രീതിയിൽ എക്സ്റ്റേണൽ അപ്പിയറൻസ് ആണെങ്കിലും അനാട്ടമിക്കൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിലും ഒക്കെ എന്താണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരുകളൊക്കെ യൂകാരിയോട്ടിക് ഓർഗാനിസം എന്നാണ് പറയുക. യൂകാരിയോട്ടിക് ഓർഗാനിസം പ്രിമിറ്റീവ് ഫോമാണ്, സിംപ്ലസ്റ്റ് ഫോമാണ്, യൂകാരിയോട്ടാണ്. ഫസ്റ്റ് പോയിന്റ് ആണ് യൂകാരിയോട്ട് എന്ന് പറയും. ഇനി എവിടെയാണ് ഇത്തരം ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റുക? മോസ്റ്റ് ഓഫ് ദം ആർ അക്വാറ്റിക്. അക്വാറ്റിക് എന്ന് പറയുമ്പോൾ ഫ്രഷ് വാട്ടറിലും കാണാൻ പറ്റും, മറൈൻ വാട്ടറിലും കാണാൻ പറ്റും. അത് ഇതിൻ്റെ ഒരു രീതി, അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ്, അതിന് ആവശ്യമായ സിറ്റുവേഷനിലായിരിക്കും അവർ എന്ത് ചെയ്യുക, സർവൈവ് ചെയ്യുക. ഈ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരുകളൊക്കെ മിക്കവാറും കംപ്ലീറ്റ് ആയിട്ടില്ല, മോസ്റ്റ് ഓഫ് ദം ആർ സീൻ ഇൻ അക്വാറ്റിക്, ബോത്ത് ഫ്രഷ് വാട്ടർ ആൻഡ് മറൈൻ വാട്ടർ. ഓക്കെ, അപ്പോൾ യൂകാരിയോട്ട് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെല്ലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വ്യക്തമായ പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു ന്യൂക്ലിയസോട് കൂടിയ സെല്ലായിരിക്കും. ഓക്കെ, ഇപ്പോൾ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ സെൽ എന്ന് പറയുമ്പോൾ ഒരു സെല്ലുലാർ മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്ത് അതിനുള്ളിൽ വ്യക്തമായ സൈറ്റോപ്ലാസവും മറ്റ് സെൽ ഓർഗനൽസും പ്രസൻ്റ് ആയിരിക്കും. അതാണ് യൂകാരിയോട്ടിൻ്റെ പ്രത്യേകത. കൃത്യമായിട്ടുള്ള ന്യൂക്ലിയസ് കാണാം. ഈ ന്യൂക്ലിയസ് ഇതിൻ്റെ എല്ലാ ഫങ്ഷനെയും എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാം. ദെൻ ഇനി ഇതിൻ്റെ പ്രത്യേകത വേറെന്താ പ്രത്യേകിച്ച് എന്നാൽ സ്വന്തമായിട്ട് ഇതിന് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഓർഗൻസ് പ്രസൻ്റ് ആയിരിക്കും. ഈ സെൽ ഇതിൻ്റെ ഏത് ആൾക്കാരാണോ അതിൻ്റെ സ്ട്രക്ചറിനനുസരിച്ചിട്ട് ലോക്കോമോട്ടറി ഓർഗൻസ് പ്രസൻ്റ് ആയിരിക്കും. 3 രീതിയിലുള്ള ലോക്കോമോട്ടറി ഓർഗൻസ് ഇത്തരം ആൾക്കാരിൽ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് സീലിയ എന്ന് പറയുന്ന ഒരു ടൈപ്പാണ്, സീലിയ. സെക്കൻഡ് വൺ ഫ്ലെജല്ല എന്ന് പറയും, ഫ്ലെജല്ല. മൂന്നാമത്തത് അതിന് പറയാം സ്യൂഡോപോഡിയം, സ്യൂഡോപോഡിയം. അത് ഡിഫറെൻ്റ് ആയിരിക്കും. ചില ആൾക്കാരിൽ ലോക്കോമോട്ടറി ഓർഗൻസ് എന്ന് പറയുന്നത് സീലിയ ആവാം, മറ്റു ചിലരിൽ ഫ്ലെജല്ല ആവാം, അത് സ്യൂഡോപോഡിയം ആവാം. ഓക്കെ, ഈ സെൽ വാൾ കമ്പോസ് ചെയ്തിരിക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട്. സിലിക്ക കമ്പോണൻറ്റ് കൊണ്ടും പ്രോട്ടീൻസ് കൊണ്ടൊക്കെയാണ് ഇത്തരം ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ സെൽ വാൾ കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് കോമൺ ആയിട്ട് പ്രോട്ടിസ്റ്റയിൽ പറയാനുള്ളത്, എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ളത്. ഇനി ഇതിനെ ക്ലാസിഫൈ ചെയ്തത് നോക്കാം. എങ്ങനെയാണ് ഇതിനെ ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്? കിങ്ഡം പ്രോട്ടിസ്റ്റയെ ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത് ഈ പറഞ്ഞ സീലിയയുടെയും ഫ്ലെജല്ലയുടെയും ഒക്കെ പ്രസൻസ് നോക്കിയിട്ടും അനാട്ടമിക്കൽ ഫീച്ചേഴ്സ് നോക്കിയിട്ടും അതിൻ്റെ മോർഫോളജിക്കൽ എക്സ്പ്രഷൻസ് നോക്കിയിട്ടൊക്കെ ക്ലാസിഫൈ ചെയ്തു. അതിൽ വരുന്ന ഫസ്റ്റ് ഗ്രൂപ്പാണ് ക്രൈസോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ക്രൈസോഫൈറ്റ്സ് യൂണിസെല്ലുലാർ ആണ് ഇവർ. യൂണിസെല്ലുലാർ ആയിട്ടുള്ള അക്വാറ്റിക് ആയി കാണപ്പെടുന്ന ഓർഗാനിസങ്ങളാണ് ക്രൈസോഫൈറ്റ്സ്. ഇതിൽ 2 എക്സാമ്പിൾ നമുക്ക് പഠിക്കാനുണ്ട്. ഡയാറ്റം എന്നും ഡെസ്മേഡ് എന്നും പറയും. ഡയാറ്റം എന്നും ഡെസ്മേഡ് എന്നാണ് ഇതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് പഠിക്കാനുള്ളത്. യൂണിസെല്ലുലാർ ആയിട്ടുള്ള യൂകാരിക് ഓർഗാനിസം മൈക്രോസ്കോപ്പിക് ആണ്. അതുപോലെ തന്നെ ഫ്രഷ് വാട്ടറിലോ അല്ലെങ്കിൽ മറൈൻ വാട്ടറിലോ ഇവരെ നമുക്ക് കാണാൻ പറ്റും. ഇനി എന്താണ് ഡയാറ്റംസ്? ഈ 2 ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരുടെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സെല്ലിനകത്ത് നമുക്കൊരു പിഗ്മെൻറ്റ് കാണാൻ പറ്റും. ഈ പിഗ്മെൻറ്റിനനുസരിച്ചിട്ട് ഇവരെ പിന്നെയും എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിലോട്ടൊന്നും പോകുന്നില്ല. ആ പിഗ്മെൻറ്റ് എന്താണെന്നുള്ളതും ഇതിൻ്റെ ജസ്റ്റ് ഒരു ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഡയാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറൊരു പേരും കൂടെ ഉണ്ട്, ഗോൾഡൻ ബ്രൗൺ ആൽഗെ എന്നാണ്. ഗോൾഡൻ ബ്രൗൺ
ആൽഗേ. ആൽഗേ എന്ന് പറയുന്ന ടേം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആൽഗേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റിൻ്റെ ഗ്രൂപ്പിലാണ് നമ്മൾ പെടുത്തുക. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിൽ വരാം, എന്തുകൊണ്ടാണ് ആൽഗേ ഈ പ്രോട്ടിസ്റ്റയുടെ ഗ്രൂപ്പിൽ പെടുത്തിയിരിക്കുന്നത്? നമ്മൾ കിങ്ഡം പറഞ്ഞപ്പോൾ കിങ്ഡം മൊണീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചെ, കിങ്ഡം പ്ലാന്റേ, കിങ്ഡം ആനിമലിയ, ഇത്തരം ഇതാണ് പറഞ്ഞത്. അപ്പോൾ പ്ലാന്റേ എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് ആര് വരേണ്ടത്? ആൽഗേസ് വരേണ്ടത്, ബിക്കോസ് ദേ ആർ പ്ലാന്റ്സ്. ബട്ട് നമ്മൾ ക്ലാസിഫിക്കേഷന് തുടക്കമേ പറഞ്ഞു, ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് 100% എന്തല്ല, കംപ്ലീറ്റ് അല്ല. നമുക്ക് ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ കാണാൻ പറ്റും. ഒരൊറ്റ ക്യാരക്ടർ കൊണ്ട് നമുക്കതിനെ ഈ ഒരു ഗ്രൂപ്പിൽ മാത്രമേ പെടുത്താൻ പറ്റൂ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആൽഗേസ്, ഈ ബ്രൗൺ ആൽഗേസ് ഡെസ്മൈഡ് ആണെങ്കിലും ഡയാറ്റം ആണെങ്കിലും അതിൽ പിഗ്മെൻറ്റ്, പ്ലാന്റ്സിൽ കാണപ്പെടുന്ന പിഗ്മെൻ്റ് ആണ് ക്ലോറോഫിൽ, അല്ലേ? ക്ലോറോഫിൽ. അപ്പോൾ ഈ ക്ലോറോഫിൽ കണ്ടൻറ്റ് പ്രസൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ആൽഗയിൽ പറയുന്നത്. പക്ഷേ ഇതിന് ക്ലോറോഫിൽ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് മാത്രം നമുക്ക് പ്ലാന്റ്സിൽ പെടുത്താൻ പറ്റില്ല. ഇത് ബാക്കിയുള്ള ക്യാരക്ടേഴ്സിലൊക്കെ ജസ്റ്റ് ലൈക്ക് എൻ ആനിമൽസ് എന്നും പറയാൻ പറ്റില്ല. ആ ഒരു 2 ഫീച്ചേഴ്സൊക്കെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഏതിലാണോ വരുന്നത്, കൂടുതൽ ക്യാരക്ടേഴ്സ് ഏതിൽ പെടുത്തുന്നു ആ ഒരു ഗ്രൂപ്പിൽ നമ്മൾ ഇത്തരം ആൾക്കാരെ എന്ത് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു, തിട്ടപ്പെടുത്തി. ഓക്കെ. അപ്പോൾ ഈ ഡയാറ്റം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടേം ഓർത്ത് വെക്കുക, ഗോൾഡൻ ബ്രൗൺ ആൽഗേ എന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ ഇതിന് വേറൊരു പേരും കൂടെ പറയുന്നുണ്ട്, ജുവൽസ് ഓഫ് ദ പ്ലാന്റ് വേൾഡ്. ജുവൽസ് ഓഫ് ദി പ്ലാന്റ് വേൾഡ്. ആ ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ, കുറച്ച് ഷൈനി ആയിട്ടാണ് ഇവരെ നമുക്ക് അവരെവിടെയാണോ ആ ഏരിയയിൽ നമുക്ക് കാണാൻ കഴിയും. ദെൻ ഈ ഡയാറ്റംസിൻ്റെ സെൽവോൾ കമ്പോസ് ചെയ്തിരിക്കുന്നത് സിലിക്ക എന്ന് പറയുന്ന മെറ്റീരിയൽസ് കൊണ്ടാണ്. സെൽവോൾ ഉണ്ട്, കൃത്യമായിട്ടുള്ള സെൽവോൾ ഉണ്ട്. അതിനുള്ളിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ള സൈറ്റോപ്ലാസവും വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സെൽ ഓർഗനൽസും പ്രസൻ്റ് ആണ്. സെൽവോൾ കമ്പോസ് ചെയ്തിരിക്കുന്നത് സിലിക്ക മെറ്റീരിയൽ കൊണ്ട്. ഈ സിലിക്ക ഒരു പ്രത്യേകതയുണ്ട്, ഇത് ഫ്രഷ് വാട്ടറിലാണ്, അക്വാറ്റിക് ഓർഗാനിസം ആണ്. അപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ അത് അതിൻ്റെ സെൽവോളൊക്കെ ഡീക്കേ ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ വെള്ളത്തിൽ ഇങ്ങനെ ഇമ്മേഴ്സ് ചെയ്തെടുക്കുന്ന ഓർഗാനിസങ്ങളൊക്കെ എന്ത് ചെയ്ത് പോവാം, കുറച്ചൊരു മ്യൂസിലേജിനസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതെന്ത് ചെയ്ത് ഡ്രൈ ആയി പോവാം. പക്ഷേ ഇതിൽ നിന്നും ഒക്കെ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന കമ്പോണൻ്റ് ആണ് സിലിക്ക. പെട്ടെന്ന് ഡീക്കേ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇതിന് കുറേ എക്കണോമിക് വാല്യൂസ് ഉണ്ട്. നമ്മൾ പോളിഷിംഗ് വർക്കിലും അതുപോലെ തന്നെ പെയിൻസിലും അങ്ങനെയുള്ള ഇതിലൊക്കെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട്. ഈ ആൽഗയിൽ വരുന്ന എല്ലാ ഗ്രൂപ്പുകളും നമുക്ക് എക്കണോമിക് വാല്യൂസ് ഉണ്ട്. നമുക്ക് സാധാരണ കിട്ടുന്ന ഈ കോസ്മെറ്റിക് പൗഡറിലും അതുപോലെ തന്നെ മറ്റ് പല ക്രീമുകളിലും മെഡിസിനൊക്കെ ആയിട്ട് ആൽഗേസ് യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇതിൻ്റെ പ്രത്യേകതകളാണ്. നമ്മൾ ഡയാറ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിഷിംഗ് വർക്കിലും ഓയിൽസിലും പേസ്റ്റിലും അങ്ങനെയൊക്കെ ചേർക്കുന്ന ഒരു കമ്പോണൻ്റ് ഉണ്ട്. അത് സിലിക്കയുടെ പ്രസൻസ് കൊണ്ടാണ്. സിലിക്ക ഉള്ളത് കൊണ്ട് തന്നെ ഈ ഡയാറ്റംസ് പെട്ടെന്ന് ഡീക്കേ ചെയ്ത് പോവില്ല. ഓക്കെ. ഇനി എങ്ങനെയാണിത് കാണപ്പെടുക? അക്വാറ്റിക് ആണെന്ന് പറഞ്ഞു. ഇതിൻ്റെ സെല്ലിനൊരു പ്രത്യേകത ഉണ്ട്. സാധാരണ നമ്മൾ സെല്ല് റൗണ്ട് സെല്ലോ അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലൊക്കെയാണ് നമ്മൾ സെല്ല് കൂടുതലായിട്ടും കേട്ടിരിക്കുക. പക്ഷേ ഇത് 2 പാർട്ടുകൾ അടുക്കി വെച്ചതുപോലെയുള്ളൊരു സ്ട്രക്ചറാണ് ഇതിന് കാണാം. സാധാരണ ലോക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു സോപ്പ് ബോക്സ് എങ്ങനെയാണോ ഉള്ളത് അതുപോലെയാണ് ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റുക. അതിന് രണ്ടായിട്ട് നമ്മളെ പറയാം. ഒരു പാർട്ടിനെ ഹൈപ്പോതീക്ക എന്നും സെക്കൻഡ് പാർട്ടിന് എപ്പിതീക്ക എന്നും പറയും. എപ്പിതീക്ക, ഹൈപ്പോതീക്ക, എപ്പിതീക്ക. ഡയാറ്റംസിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഒരു സോപ്പ് ബോക്സ് അല്ലെങ്കിൽ ഒരു 2 പാർട്ടുകൾ അടുക്കി വെച്ചതുപോലെ കാണാം. അതിന് 2 പേരിലും അറിയപ്പെടാം. ഇത്തരം ആൾക്കാരാണ് ക്രൈസോഫൈറ്റ്സിൻ്റെ 2. ഈ ഡെസ്മൈഡ്സിനെ കുറിച്ച് കൂടുതലായിട്ടും നമുക്ക് പറയാനില്ല. ഇത് ബ്രൗൺ ആൽഗേസ് ആണ്. ബ്രൗൺ ആൽഗേ സെയിം ആസ് ഡയറ്റം, ഫ്രഷ് വാട്ടറിൽ കാണപ്പെടുന്ന ഇതേപോലത്തൊക്കെയുള്ള ഫീച്ചേഴ്സ്. ഇനി അടുത്ത രണ്ടാമത്തെ ക്രയോഫൈറ്റ്സ് കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ഗ്രൂപ്പായ ഡൈനോഫ്ലെജലേറ്റിലാണ് പോവുക. പ്രോട്ടിസ്റ്റയിൽ വരുന്ന ഫസ്റ്റ് ഗ്രൂപ്പാണ് ക്രൈസോഫൈറ്റ്സ്. അതിന് 2 എക്സാമ്പിളും നോക്കി. ഡയാറ്റം എന്നും ഡെസ്മേഡ് എന്നും പറയും. സെക്കൻഡ് വൺ ഡൈനോഫ്ലെജലേറ്റ്. ഡൈനോഫ്ലെജലേറ്റ് ഈ പേരിൽ തന്നെയുണ്ട്, ഡൈനോഫ്ലെജലേറ്റ് ആണ്.
പ്രോട്ടിസ്റ്റയുടെ ഫീച്ചർ പറയുമ്പോൾ നമ്മൾ ലോക്കോമോട്ടറി ഓർഗൻസ് ആയ സീലിയയോ ഫ്ലെജല്ലയോ അല്ലെങ്കിൽ സ്യൂഡോപോഡിയോ പ്രസൻ്റ് ആയിരിക്കുമെന്ന് പറഞ്ഞു. ഇതിനകത്ത് ഫ്ലെജല്ല എന്ന് പറയുന്ന ഓർഗൻസ് ആണ് ഉള്ളത്. ഡൈനോ ഫ്ലെജലേറ്റ് ആണ്. ഡൈ മീൻസ് 2. 2 ഫ്ലെജലം ഇതിൽ കാണാൻ പറ്റും. 2 ഫ്ലെജലം, ഒന്ന് ലോഞ്ചിറ്റ്യൂഡിലായിട്ടും ഒന്ന് ട്രാൻസ്വേഴ്സ് ആയിട്ടും 2 രീതിയിൽ കാണാൻ പറ്റും. ഒന്ന് ചെറുതായിരിക്കും, മറ്റൊന്ന് വലുതായിരിക്കും. ജസ്റ്റ് ഓൺലി ഫോർ ലോക്കോമോഷൻ, ഫുഡ് എൻഗൾഫ് ചെയ്യുക. ചിലപ്പോൾ ഇതിന് വേണ്ട ഫുഡ് വെള്ളത്തിലാണെങ്കിൽ കുറച്ച് ദൂരോട്ടാണെങ്കിൽ അതിന് അവിടത്തെ വരെ എന്ത് ചെയ്യണം, സ്വന്തമായിട്ട് മൂവ് ചെയ്ത് പോകണം. അപ്പം മൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഫ്ലെജല്ല കാണാൻ പറ്റും. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ടർ സർഫേസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇതൊരു ആനിമൽ ഗ്രൂപ്പിലാണോ അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്ലാന്റ് ആണോ എന്നൊന്നും കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇത് പല തരത്തിലുണ്ട്. ആൽഗെ ഗ്രൂപ്പിൽ തന്നെയാണ് വരുന്നത്. അതിനകത്ത് പിഗ്മെൻറ്റുകൾ ഡിഫറെൻ്റ് ആയിരിക്കും സെല്ലിനകത്ത്. ചിലപ്പോൾ റെഡ് ഗ്രൂപ്പിൽ കാണാം, റെഡ് കളറിൽ കാണുന്നവരുണ്ടാവാം. ചിലപ്പോൾ ബ്രൗൺ കളറിലായിരിക്കും കാണാം, ഗ്രീൻ കളറിൽ കാണാം. അതൊക്കെ അതിൽ പ്രസൻ്റ് ആയിട്ടുള്ള പിഗ്മെൻറ്റിനനുസരിച്ചിട്ട് വ്യത്യാസപ്പെടും. അതൊരു ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ കോമൺ ആയിട്ട് ഇതിലെല്ലാ ഫീച്ചേഴ്സ് സെയിം ആണ്. ഇതിൻ്റെ ഔട്ട്ലൈൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് എൻ ആർമർ ഷേപ്പ്. ആർമർ മീൻസ് നമ്മുടെ പരിച, വാളും പരിചയില്ല, നമ്മൾ എങ്ങനെയാണ് തടുത്ത് വെക്കുന്ന ആ ഒരു ഷേപ്പിലായിരിക്കും ഇതിൻ്റെ ഔട്ട്ലൈന് കാണപ്പെടുക. ബാക്കി പ്രോട്ടിസ്റ്റയുടെ സെയിം ഫീച്ചേഴ്സിന് യൂണിസെല്ലുലാർ ആണ്, മൈക്രോസ്കോപ്പിക് ആണ്, യൂക്കാരിയോട്ടിക് ആണ്, പ്രോട്ടീനീഷ്യസ് സെൽ വാൾ ആണ്, വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ആൻഡ് അതർ സെല്ലുലാർ ഓർഗൻസ് ആർ പ്രസൻറ്റ്. ഓക്കെ, ഇതാണ് ഡൈനോഫ്ലെജലേറ്റിൽ ഉള്ളത്. ദെൻ മൂന്നാമത്തത് നമ്മൾ യൂഗ്ലിനോയിഡ്സ്, ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലെജലേറ്റ് ആൻഡ് യൂഗ്ലിനോയിഡ്സ്. യൂഗ്ലിനോയിഡ്സിലും ക്ലോറോഫിൽ കണ്ടന്റ് ഉണ്ട്. ഇതിലൊക്കെ നമ്മൾ കൂടുതൽ എല്ലാ ആൾക്കാരിലും ക്ലോറോഫിൽ കണ്ടന്റ് പ്രസൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലോറോഫിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്കൊരു പ്രത്യേകതയുണ്ട്, ഓട്ടോട്രോപ്പിക്. ദേ ആർ ഓട്ടോട്രോപ്പിക്. അവരെന്ത് ചെയ്യും, സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ഈ യൂഗ്ലിനോയിഡ്സിന് ഫുഡ് ഏത് ആൾക്കാരാണെങ്കിലും ക്ലോറോഫിൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോട്ടോസിന്തസിസ് നടത്താൻ പറ്റില്ല. അതിന് ലൈറ്റിൻ്റെ ഒരു പ്രസൻസ് വേണം. എപ്പോഴാണോ ഇവർക്ക് അത്യാവശ്യമായിട്ടുള്ള ലൈറ്റ് കിട്ടുന്നത് അതിൻ്റെ പ്രസൻസിൽ ഇവരെന്ത് ചെയ്യും, ഫോട്ടോസിന്തസിസ് നടത്തും. ഈ യൂഗ്ലീനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്, ഫ്ലെക്സിബിൾ ആണ്. ബോഡി എങ്ങനെ വേണമെങ്കിലും അതിന് എന്ത് ചെയ്യാൻ പറ്റും, ഒടിക്കാനും വളക്കാനും ഒക്കെ പറ്റും. വാട്ടറിൽ മൂവ് ചെയ്യുന്ന എല്ലാ ഓർഗാനിസത്തിനും ആ ഒരു ഫീച്ചേഴ്സ് ഉണ്ട്. അതിനെന്ത് ചെയ്യണം, ടേൺ ചെയ്ത് പോകണം. അപ്പം അതുപോലെ തന്നെ അതിന് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും കാണുക. യൂഗ്ലിനയുടെ പ്രത്യേകതയാണ് ഫ്ലെക്സിബിൾ. ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നതും പ്രോട്ടീൻ കൊണ്ടാണ് സെൽ വാൾ കമ്പോസ് ചെയ്തത്. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ക്ലോറോഫിൽ കണ്ടന്റ് ഉള്ള ലൈറ്റിൻ്റെ പ്രസൻസ് ഇതിൽ ഓട്ടോട്രോപ്പിക്കും. അതേപോലെ ലൈറ്റ് വാട്ടറിലാണ്, അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ആ ഒരു ഇൻറ്റൻസിറ്റി ഉണ്ട് ലൈറ്റിന്. ആ കൃത്യമായ ഇൻറ്റൻസിറ്റിയുള്ള ലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഫോട്ടോസിന്തസിസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത സമയം ഇവരെന്തായിരിക്കും, ഹെറ്ററോട്രോപ്പാണ്. ഹെറ്ററോട്രോപ്പ് മീൻസ് ദേ ഡിപ്പെൻഡ് ഓൺ അതർ ഓർഗാനിസം ഫോർ ദർ ഫുഡ്. സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഈ ഗ്രൂപ്പിൽ വരുന്ന ചില ആൾക്കാർ ചില രീതിയിലുള്ള ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. വലിയ രീതിയിലെന്തെങ്കിലും ആനിമൽസിന് ചെറിയ രീതിയിലുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ഗ്രൂപ്പാണ് യൂഗ്ലിനോയിഡ്സിൽ വരുന്നത്. യൂഗ്ലീന തന്നെയാണ് ഇതിന് എക്സാമ്പിൾ. യൂഗ്ലീന നമ്മൾ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ഒരു ഷേപ്പിലാണ് യൂഗ്ലീനയെ കാണാൻ പറ്റുക. ഇതിനും ഫ്ലെജല്ല ഉണ്ട്. ബാക്കി സൈറ്റോപ്ലാസും സെൽ ഓർഗനൽസും ഒക്കെ കാണാൻ പറ്റും. പ്രോട്ടീനീഷ്യസ് ആയിട്ടുള്ള സെൽ വോള് കമ്പോസ്. ഒരു ഫ്ലെജല്ലം ഇലോങ്ങേറ്റഡ് ആയിരിക്കും, ഒരു ഫ്ലെജല്ലം ചെറുതുമായിരിക്കും. ഈ ഫ്ലെജല്ലം ഉപയോഗിച്ചിട്ടാണ് അത് വാട്ടറിൽ എവിടെ വേണമെങ്കിലും മൂവ് ചെയ്യാൻ പറ്റും. അതിന് ഫുഡ് എവിടെയുണ്ടോ അത്, അതായത് ഓട്ടോട്രോപ്പിക് ആവുന്നത് സ്വന്തമായിട്ട് അവരെന്ത് ചെയ്യും, ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊള്ളും. അല്ലാത്ത സമയത്തിന് അത് അവർക്ക് ഫുഡ് എവിടെയാണോ കിട്ടുക അവിടെ സ്വന്തമായിട്ട് മൂവ് ചെയ്ത് പോയിട്ട് ഫുഡ് ക്യാപ്ചർ ചെയ്യുന്ന ആൾക്കാരാണ് യൂഗ്ലീന അല്ലെങ്കിൽ യൂഗ്ലിനോയിഡ് ഗ്രൂപ്പിൽ വരിക. ഓക്കെ, ഇപ്പോൾ fourth one, Chrysophytes, Dinoflagellate, Euglenoid, then slim mould. Next group, slim mould. Mould means പൂപ്പൽ എന്നാണ്. സാധാരണ ഇവർ സാപ്രോഫൈറ്റിക് ആണ്. സാപ്രോഫൈറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they are seen in dead and decaying matter.
ബോഡി, അതായത് ഡെഡ് ബോഡീസിലൊക്കെ കാണാൻ പറ്റും. അത് പ്ലാന്റ്സിൻ്റെ ആണെങ്കിലും ആനിമൽസിൻ്റെ ആണെങ്കിലും ഒക്കെ ഡീക്കേ ചെയ്യുന്ന പാർട്ടിൽ, കൂടുതലായും മാർഷി പ്ലേസിലൊക്കെയാണ് കാണപ്പെടുക. അവരെയാണ് സാപ്രോഫൈറ്റ് എന്ന് പറയുക. ഇതിൻ്റെ പ്രത്യേകത, ഇത് കാണുമ്പോൾ നമുക്കൊരു കംപ്ലീറ്റ് ഒരു എൻറ്റയർ ആയിട്ട് ഇതൊരു പ്ലാന്റ് നേച്ചർ തന്നെയാണ് ഇതിനുള്ളത്. ഒരു ഫിലമെൻ്റ് സ്റ്റോക്ക് പോലെയുള്ള ഒരു ഫിലമെൻ്റസ് പാർട്ട് ഉണ്ട്. അത് ഏത് സബ്സ്ട്രാറ്റത്തിലാണോ അറ്റാച്ച് ചെയ്യുന്നതിന് അതിന് പറ്റുന്ന രീതിയിലുള്ള സ്ട്രക്ചറും കാണാം. അതിനൊരു ഫ്രൂട്ടിംഗ് ബോഡി ഉണ്ട്. ഫ്രൂട്ടിംഗ് ബോഡി, ഇതാണ് കംപ്ലീറ്റ് ആയി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സ്ലിം മൗൾഡിൻ്റെ സ്ട്രക്ചർ എന്ന് പറയാം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഇവരൊക്കെ റീപ്രൊഡക്ഷൻ നടത്തുന്നത് ബോത്ത് എസെക്ഷൽ ആൻഡ് സെക്ഷൽ. എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ? ഫ്രാഗ്മെൻറ്റേഷൻ വഴിയാവാം, സ്പോർ ഫോർമേഷൻ ആവാം, ബഡ്ഡിങ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ ഫ്യൂഷൻ ഓഫ് ഗ്യാമേറ്റ്സ്, മെയിൽ ഫീമെയിൽ ആയിട്ടുള്ള 2 പാരൻസ് വേണം. അവരുടെ ഫ്യൂഷനിലൂടെയാണ് നെക്സ്റ്റ് ജനറേഷനെ ക്രിയേറ്റ് ചെയ്യുക. ഈ സ്ലിം മൗൾഡ് ഇവർ കൂടുതലായിട്ടും എസെക്ഷൽ മെത്തേഡ് വഴിയാണ് റീപ്രൊഡക്ഷൻ നടത്തുക. ഇതിന് എക്സാമ്പിൾ നമ്മൾ റൈസോപ്പസ് പോലെയുള്ള എക്സാമ്പിൾസ്. റൈസോപ്പസ് സാധാരണ ഫംഗസിലാണ് നമ്മൾ എക്സാമ്പിൾ കൂടുതലായിട്ട് പഠിക്കുക. ഈ ഒരു ഷേപ്പിൽ തന്നെയാണ് റൈസോപ്പസും. അപ്പോൾ ഈ രീതിയിലാണ് ഇത് സർവൈവ് ചെയ്യുന്നത്. ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ, ഇത് പെട്ടെന്ന് എന്ത് ചെയ്താൽ സ്പ്രെഡ് ചെയ്യുന്ന പോകുന്ന ഗ്രൂപ്പാണ്. കാരണം ഈ സാക്ക് ലൈക്ക് സ്ട്രക്ചറിൽ ഒരുപാട് സ്പോർസുകളുണ്ട്, കൗണ്ട് ചെയ്യാൻ പറ്റാത്ത അത്രയും സ്പോർസ് ഉണ്ട്. അത് ഡിസ്പേഴ്സ് ആവുകയും അവർ എന്ത് ചെയ്യാം, ഓരോന്നും അതത് സ്ഥാനത്ത് വീഴുകയും അവിടെ നിന്ന് ജനറേറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇത് അൺഫേവറബിൾ ആണ് കണ്ടീഷനെങ്കിൽ ഇത് എന്ത് ചെയ്യും, അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് നിൽക്കും. ഈ സ്പൊറാഞ്ചിയ മീൻസ് ഈ ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചർ എന്താണ്, കുറച്ച് കട്ടിയുള്ള, ഹാർഡാണ്, ഹൈലി റെസിസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എത്ര കാലം വേണമെങ്കിലും അതിന് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് അവിടെ നിൽക്കാൻ പറ്റും. സ്യൂട്ടബിൾ അല്ല കണ്ടീഷൻ, എൻവയോൺമെൻറ്റ് അൺസ്യൂട്ടബിൾ ആണെങ്കിൽ ഇത് എന്ത് ചെയ്യില്ല, ബ്രേക്ക് ചെയ്യില്ല, സ്പോറിലേഷൻ നടക്കില്ല, സ്പോർസ് ലിബറേറ്റ് ചെയ്യില്ല. അപ്പോൾ നെക്സ്റ്റ് ജനറേഷൻ, അപ്പോൾ ആ കണ്ടീഷൻസ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാനുള്ള കഴിവ്. അതെന്താ കഴിവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സാധാരണഗതിയിൽ പൊട്ടിപ്പോവാം, പക്ഷെ അത് പൊട്ടാതിരിക്കാൻ സഹായിക്കുന്ന മെറ്റീരിയൽസ് കൊണ്ട് കമ്പോസ് ചെയ്തതാണ്, ഹൈലി റെസിസ്റ്റൻറ്റുമാണ്. അപ്പോൾ അൺഫേവറബിൾ ആയ കണ്ടീഷൻ കംപ്ലീറ്റ് അവരെന്ത് ചെയ്യും, അവിടെ തരണം ചെയ്ത് ഫേവറബിൾ ആണെന്ന് കാണുമ്പോൾ സ്പോറിലേഷൻ നടത്തുകയും റീജനറേഷൻ നടത്തുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഗ്രൂപ്പിൽ വരിക. അതാണ് സ്ലിം മൗൾഡിൻ്റെ പ്രത്യേകത. ഇനി ഡിസ്പേർഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വാട്ടർ കണ്ടൻറ്റ് വരികയാണെങ്കിൽ, റെയിനി സീസൺ ആണെങ്കിൽ ഇത് ഡിസ്പേഴ്സ് ചെയ്ത് പോകും. അല്ലെങ്കിൽ എയർ വഴി നല്ല കാറ്റടിക്കുമ്പോൾ ഈ സ്പോറിലേഷൻ നടക്കുക, ഇത് ബ്രേക്ക് ചെയ്ത് സ്പോർസ് കാറ്റിലൂടെ ലിബറേറ്റ് ചെയ്യും. ഇത് നേരെ അതത് സ്ഥാനത്ത് വീഴണമെന്നില്ല, കാറ്റിലൂടെ ആവുന്നത് കൊണ്ട് തന്നെ എവിടെ വേണമെങ്കിലും പോവാം. പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാരാണ്. പൂപ്പൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. സാധാരണ നമ്മളെ വീട്ടിൽ ഒരു ബ്രെഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസ്ക്കറ്റോ ഒക്കെ എയറിൽ കുറച്ച് സമയം വെക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ നമുക്ക് കാണാൻ വെള്ള പൂപ്പലുകൾ. ആ സ്ട്രക്ചറും കാര്യങ്ങളും ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല, ഒരു പഞ്ഞിക്കട്ട പോലെയുള്ള പൂപ്പലുകൾ എന്നറിയാൻ കാണാം. ആ ഒരു രീതിയിലാണ് സ്ലിം മൗൾഡ്സിനെ കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാരെയും അതിൻ്റെ പ്രത്യേകതയും നോക്കാം. നെക്സ്റ്റ് നമ്മൾ അടുത്തതിലേക്ക് പോവാണ് പ്രോട്ടോസോവ. ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജലേറ്റ്, യൂഗ്ലിനോയിഡ്, സ്ലിം മൗൾഡ്, ദെൻ പ്രോട്ടോസോവ. പ്രോട്ടോസോവ എന്താണ്? പ്രോട്ടോസോവയിൽ വരുന്ന ആൾക്കാരൊക്കെ പാരസൈറ്റിക് ആണ്. പാരസൈറ്റ് മീൻസ് ദേ ഡിപ്പെൻഡ് അതർ ഓർഗാനിസം. എല്ലാ കാര്യത്തിനും അവർ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യും. സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ കഴിവില്ലാത്തവരാണ് പ്രോട്ടോസോവ. ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഓർഗാനിസങ്ങൾ ഇതിൽ വരാം. ഹ്യൂമൻ എലിമെൻ്ററി കനാലിലൊക്കെ കാണുകയും നമ്മുടെ ഡൈജഷനൊക്കെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലുള്ള ഓർഗാനിസങ്ങളൊക്കെ ഇതിൽ പ്രോട്ടോസോവ ഗ്രൂപ്പിൽ വരുന്നുണ്ട്. ഈ പ്രോട്ടോസോവ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് റീപ്രൊഡക്ഷൻ നടത്തുന്നത് എസെക്ഷലും സെക്ഷലും മെത്തേഡ് വഴിയാണ്. ഇതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ലോക്കോമോട്ടറി ഓർഗൻസ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും. യൂഗ്ലിനോയിഡിൽ നമ്മൾ ഫ്ലജല്ല പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ സീലിയയും ഫ്ലജല്ലയും സ്യൂഡോപോഡിയും 3 ലോക്കോമോട്ടറിയും ഓർഗൻസും കാണപ്പെടുന്ന ഗ്രൂപ്പാണ് പ്രോട്ടോസോയിൽ വരിക. അതിനനുസരിച്ച് തന്നെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അമീബോയിഡ് പ്രോട്ടോസോവ എന്നും ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവ എന്നും സീലിയേറ്റഡ് പ്രോട്ടോസോവ എന്നും അതിന്
ഡിഫറൻഷിയേറ്റ് ചെയ്തു. അമീബോയിഡ്, ഫ്ലജലേറ്റഡ്, സീലിയേറ്റഡ്. അമീബോയിഡ് ഈ ടേം നമ്മൾ ചെറിയ ക്ലാസ്സിലേക്ക് കേട്ടിട്ടുള്ളതാണ്. അമീബ അല്ലേ? അമീബയുടെ പ്രത്യേകത എങ്ങനെ വേണമെങ്കിലും നമുക്ക് വരക്കാം അല്ലേ? ഇതിനെന്താണ് കൃത്യമായിട്ട് ഷേപ്പിൽ എങ്ങനെ വരച്ചു കഴിഞ്ഞാലും ഇത് അമീബയാണ്. ഫ്ലെക്സിബിൾ ബോഡിയാണ്. ഇതിന് ബാക്കി സെൽ ഓർഗൻസ് ഒക്കെ പ്രസൻ്റ് ആണ്. സൈറ്റോപ്ലാസം ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്, റൈബോസോം, ഗോൾഗി ബോഡി. സെൽ ഓർഗൻസ് ഏതൊക്കെയാണ്? റൈബോസോംസ്, ന്യൂക്ലിയസ്, മൈറ്റോകോൺട്രിയ, ഇതൊക്കെയാണ്. ഇതൊക്കെ പ്രസൻ്റ് ആണെങ്കിലും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ബോഡി നേച്ചറാണ്. എങ്ങനെ വേണമെങ്കിലും അത് എന്ത് ചെയ്ത് പോവാം? സർവൈവ് ചെയ്ത് പോവാം. അക്വാറ്റിക് ആണ്. ഇനി ഇതിലാണ് സ്യൂഡോപോഡിയ എന്ന് പറയുന്ന ലോക്കോമോട്ടറി ഓർഗൻസ് കാണാം. സ്യൂഡോപോഡിയ. പോഡിയ മീൻസ് ഫീറ്റ് എന്നാണ്. സ്യൂഡോ മീൻസ് ഫാൾസ്. ഫാൾസ് ഫീറ്റ്. ശരിക്കും ഇവർക്ക് കാലുകളോ അല്ലെങ്കിൽ ഫ്ലജലി അങ്ങനെയുള്ള ഓർഗൻസ് ഒന്നും കാണുന്നില്ല. പക്ഷേ ഇവരെന്ത് ചെയ്യും? ഇതിന് ആവശ്യമുള്ള സിറ്റുവേഷനിൽ ഫുഡ് ക്യാപ്ചർ ചെയ്യണമെങ്കിലൊക്കെ എന്ത് ചെയ്ത് പോവാം? ഇതിൻ്റെ ബോഡിയുടെ ഏതെങ്കിലും ഒരു പാർട്ട് കുറച്ച് ഇലോങ്ങേറ്റ് ചെയ്തിട്ട് ഒരു ഫുഡ് ലൈക്ക് സ്ട്രക്ചറായിട്ട് മാറുക. ഇത് ഉപയോഗിച്ചിട്ട് അവരെന്ത് ചെയ്യും? ഫുഡ് എവിടെയാണോ ഫുഡ് ഇരിക്കുന്നത് അതിനെ എന്ത് ചെയ്യും? എൻഗൾഫ് ചെയ്ത് ഉള്ളിലേക്ക് എടുത്തിട്ട് ഇൻറ്റേർണൽ ഡൈജഷൻ നടത്തും. ആ ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്യും. അവർ അതിൻ്റെ ഫുഡ് ടേക്ക് ചെയ്യും. ഇതാണ് സ്യൂഡോപോഡിയ. സ്യൂഡോപോഡിയ കാണപ്പെടുന്ന അമീബ പോലെയുള്ള അമീബ സാധാരണ വാട്ടറിലൊക്കെ കാണാം. എൻഡമീബ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എലിമെൻ്ററി കനാലിലൊക്കെ കാണുന്ന ഹ്യൂമൻ ആനിമൽസിൻ്റെ ബോഡിയുടെ ഉള്ളിൽ കാണപ്പെടുന്ന പാരസൈറ്റിക് ആയിട്ടുള്ള, അത് നമുക്ക് ചെറിയ രീതിയിലുള്ള ഇൻഫെക്ഷൻസും ഡിസ്റ്റർബൻസും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ. അമീബയാണെങ്കിൽ അത് ഫ്രീ ആയിട്ട് വാട്ടറിൽ കാണപ്പെടും. സ്യൂഡോപോഡിയ എന്ന് പറയുന്ന ഓർഗൻസ് ഓർത്ത് വെക്കുക. ഫാൾസ് ഫ്രൂട്ടാണ്. ഫുഡ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സിറ്റുവേഷനിൽ സാധാരണഗതിയിൽ നമുക്ക് ഈ സ്യൂഡോപോഡിയ കാണാൻ പറ്റില്ല. ഒറിജിനൽ ഷേപ്പ് ഈ രീതിയിലൊക്കെ ആയിരിക്കാം. ഫുഡ് ടേക്ക് ചെയ്യേണ്ടൊക്കെ സമയം വരുമ്പോഴാണ് അത് ഇലോങ്ങേറ്റ് ചെയ്തിട്ട് വരിക. തിരിച്ച് പഴയപടിയാകും. സ്യൂഡോ ആണ്, ഫാൾസ് ആണ്, നമുക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഫുഡാണ്. അതാണ് അമീബോയിഡ് പ്രോട്ടോസോയുടെ പ്രത്യേകത. ദെൻ നെക്സ്റ്റ് ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവ. ഇതിൻ്റെ പ്രത്യേകത ഫ്ലജല്ലയാണ് ലോക്കോമോട്ടറി ഓർഗൻസ്. ഇതിൻ്റെ എക്സാമ്പിൾ നമുക്ക് പഠിക്കാനുള്ളത് ട്രിപ്പാനോസോമ എന്ന് പറയുന്ന ഒരു ഓർഗാനിസമാണ്. ട്രിപ്പാനോസോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റേർണലായിട്ട് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലൊക്കെ അല്ലെങ്കിൽ പിന്നെ ഇൻറ്റസ്റ്റൈനിലൊക്കെ അറ്റാച്ച് ചെയ്തുകൊണ്ട് ബ്ലഡ് സക്ക് ചെയ്ത് സ്ലീപ്പിംഗ് സിക്നസ് ബ്ലഡ് സക്ക് ചെയ്തിട്ട് വളരുന്നവരാണ് ട്രിപ്പാനോസോമാസ് എന്ന് പറയും. ഇതിന് നമ്മൾ പറയാം സ്ലീപ്പിംഗ് സിക്നസ് എന്നാണ്. ഇത് ഇൻഫെക്റ്റഡ് ആണെങ്കിൽ ആ ഒരു ബോഡി എന്തായിരിക്കും? ഒരു സ്ലീപ്പിംഗ് നേച്ചർ കാണിച്ചുകൊണ്ടിരിക്കും. ടയേർഡ് ആയിരിക്കാം, ആക്റ്റീവ് അല്ലാത്തൊരു അവസ്ഥ. എന്താണ് ഡിസ്റ്റർബൻസ് എന്നുള്ളത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്തരം ആൾക്കാരാണ് ട്രിപ്പാനോസോമ. അവരാണ് ഫ്ലജലേറ്റഡ് പ്രോട്ടോസോയിൽ വരിക. ദെൻ ലാസ്റ്റ് വൺ സീലിയേറ്റഡ് പ്രോട്ടോസോവ. എന്താണ് സീലിയേറ്റഡ് പ്രോട്ടോസോവ? അത് സീലിയ ആയിരിക്കും അതിൻ്റെ ലോക്കോമോട്ടറി ഓർഗൻ. ഈ ഒരു ക്ലാസിഫിക്കേഷൻ മാത്രമേ ഏതിൽ വരുന്നുള്ളൂ? പ്രോട്ടോസോയിൽ വരുന്നുള്ളൂ. പ്രോട്ടോസോയുടെ കോമൺ ഫീച്ചേഴ്സ് നോക്കുക. അത് ലോക്കോമോട്ടറി ഓർഗൻസിനനുസരിച്ചിട്ട് അതിന് എന്ത് ചെയ്തിട്ടുണ്ട്? അമീബോയിഡ്, ഫ്ലജലേറ്റഡ്, സീലിയേറ്റഡ് പ്രോട്ടോസോവ. ഒരു ഗ്രൂപ്പും കൂടെ പറയാം, സ്പോറോസോയിൻസ് എന്ന് പറയും. ലാസ്റ്റ് പറയാൻ കാരണം അത് ഫ്ലജല്ലയുടെ ബേസിലല്ല അവരെന്ത് ചെയ്തത്. ഇതിൽ ഫ്ലജല്ല ആയിട്ട് ഇത്തരം ആൾക്കാരാണ് ഫ്ലജല്ലയുടെ ബേസിൽ ക്ലാസിഫിക്കേഷൻ നടത്തിയത്. ഇത് ആ ഒരു ഗ്രൂപ്പിൽ ഉണ്ടെന്നുള്ളൂ. പക്ഷേ ഫ്ലജല്ലയോ സീലിയോ ഒന്നും നമുക്ക് കൃത്യമായിട്ട് ഇതിനെ കാണാൻ കഴിയില്ല. ഇത് മലേറിയ പോലുള്ള അസുഖങ്ങൾക്ക് കാരണമായ ആൾക്കാരാണ്. കംപ്ലീറ്റ് പാരസൈറ്റ് ആണ് സ്പോറോസോയിൻസ്. സീലിയേറ്റഡ് ആണെങ്കിൽ സീലിയ പ്രസൻ്റ് ആണ്. ഇതിന് നമുക്ക് ഒരു എക്സാമ്പിൾ പഠിക്കാനുള്ളത് നമ്മൾ ചെറിയ ക്ലാസ്സിലേ പഠിച്ചിട്ടുണ്ട്. അമീബ, പാരമീസിയം, ഇതൊക്കെയാണ് നമ്മൾ സിമ്പിളായിട്ട് ചെറിയ ക്ലാസ് മുതൽക്ക് ചെറിയ ആനിമൽസിൽ എക്സാമ്പിളായിട്ട് പഠിക്കുക. പാരമീസിയം എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ഷേപ്പ്. കംപ്ലീറ്റ് സീലി ആയിരിക്കും. മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള, നമുക്ക് ഇതൊന്നും നേക്കഡ് ആയി കൊണ്ട് കാണാൻ പറ്റുന്നതല്ല, മൈക്രോസ്കോപ്പിക് ആണ്. പ്രോട്ടിസ്റ്റയിൽ വരുന്ന ഏത് ഗ്രൂപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും മൈക്രോസ്കോപ്പിക് ആയിരിക്കും. പക്ഷേ ഈ സീലിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും മൈന്യൂട്ടായിട്ട് മൈക്രോസ്കോപ്പിലൂടെ കാണാൻ പറ്റും. ഇത് ഉപയോഗിച്ചിട്ടായിരിക്കും അത് എന്ത് ചെയ്യുന്നത്? ലോക്കോമോഷൻ നടത്താം. സൈറ്റോപ്ലാസം ഇതിനകത്ത് കാണാം. സെൽ ഓർഗൻസ്, ഇതിനൊരു മൗത്ത് പാർട്ട് ഉണ്ട്, പെരിസ്റ്റോം. അതുപോലെ തന്നെ
ഈ ഒരു ഉള്ളിലേക്ക് വളഞ്ഞു കിടക്കുന്ന ഈ ഒരു സ്ട്രക്ചറും ഇതൊക്കെയാണ് ഇതിൻ്റെ രീതിയിൽ. നമുക്ക് ഷേപ്പും സ്ട്രക്ചറൊന്നും പഠിക്കാനുള്ള, ജസ്റ്റ് പാരമീസിയം അമീബം കണ്ടു കഴിഞ്ഞാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം അത് ഏത് ഗ്രൂപ്പിൽ വരുന്നതാന്നുള്ളത് പറയാനും പറ്റണം. പാരമീസിയം ഇതാണ് എക്സാമ്പിൾ. ഓക്കെ, കിങ്ഡം പ്രൊട്ടിസ്റ്റ, ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജലേറ്റ്, യൂഗ്ലിനോയിഡ്, സ്ലിം മൗൾഡ്, പ്രോട്ടോസോവ. അതിൽ ലാസ്റ്റ് ഗ്രൂപ്പായ പ്രോട്ടോസോവയെ പിന്നെയും ക്ലാസിഫൈ ചെയ്തു. അമീബോയിഡ് പ്രോട്ടോസോവ, ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവ, സീലിയേറ്റഡ് പ്രോട്ടോസോവ ആൻഡ് അതുപോലെ തന്നെ ലാസ്റ്റ് വരുന്ന സ്പോറോസോയൻസ്. ഓക്കെ, അപ്പം നമ്മൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ സെക്കൻഡ് ഗ്രൂപ്പായ കിങ്ഡം പ്രോട്ടിസ്റ്റയാണ് ഡിസ്കസ് ചെയ്തത്. ആ പ്രോട്ടിസ്റ്റയെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തതെന്നും അതിന് എക്സാമ്പിൾസും അതിൻ്റെ സാലിയൻറ്റ് ഫീച്ചേഴ്സൊക്കെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. നമ്മളിനി മൂന്നാമത്തെ ഗ്രൂപ്പിലോട്ടാണ് പോകുന്നത്, കിങ്ഡം ഫഞ്ചി. കിങ്ഡം ഫഞ്ചിയെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.